നമ്മളിപ്പോൾ ഉള്ളത് ഒമാൻ്റെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ നിസ്വ സൂക്കിലാണ്. ആക്ച്വലി സൂക്ക് എന്നുള്ളത് ഒരു മാർക്കറ്റ് പ്ലേസിന് പറയുന്ന പേരാട്ടോ. പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് പോവാണ്. പുറത്തെ കാറുകൾ കണ്ടപ്പോഴേ മനസ്സിലായി അകത്ത് നല്ല തിരക്കായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കണ്ടത് രണ്ട് ചേട്ടന്മാരിൽ നിന്ന് മീൻ വിൽക്കാണ്. ഇവിടെ ഇതൊക്കെ കിട്ടുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ബിൽഡിങ്ങിലോട്ട് കയറി. ഇത് കണ്ടപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെ തോന്നുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. ഇവിടുത്തെ ഹൽവ അതുണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു ഹോട്ടൽ പോലെ തന്നെയില്ല. ഇത് ഡേയ്സിന് മരം വെച്ചിട്ടുള്ള ചെയറും ടേബിളൊക്കെയാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, അത് മാത്രമായപ്പോൾ തന്നെ അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോയേ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഒമാനികളാട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നോൺ ഒമാനീസ് ആയിരിക്കും കൂടുതൽ. പക്ഷേ ഇവിടെ എല്ലാം സെല്ല് ചെയ്യുന്നത് ഒമാനികൾ മാത്രമാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് പിന്നെ പുകയ്ക്കുന്ന സാധനങ്ങളോട് കുറച്ച് ക്രേസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഏത് ഷോപ്പിൽ നോക്കിയാലും അത് കാണും. പിന്നെ ഇത് ഹൽവാസൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കാണാൻ തന്നെ അടിപൊളിയാട്ടോ. ഹൽവ വാങ്ങിക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കുക. അവിടെ സാമ്പിളിന് വെച്ചിട്ടുണ്ട്. ഒരു നാണക്കേട് വിചാരിക്കേണ്ട, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പിസ്താച്യൂ ഫ്ലേവറിലുള്ള ഹൽവയാട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ഡ്രംസിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഓടി പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒമാനികളുടെ ട്രഡീഷണൽ ഡാൻസ് ഫോം അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ അത് കാണാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിന്നിട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പ് കയറിയേ. ശരിക്കും ഒമാൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ നിസ്വ സൂക്ക് തന്നെ വരണം. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് സ്പൈസസിന് ഒരു സൂക്ക്, സ്വീറ്റ്സ്, പോട്ടറി, വെജിറ്റബിൾസ്, സിൽവർ, ഗോൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ ഒരു സെക്ഷനിലുള്ള ഷോപ്സിൽ മൊത്തം ഏകദേശം ഒരുപോലത്തെ സാധനങ്ങളാണ്. നമുക്ക് കാണുമ്പോൾ അതുപോലെ തോന്നും. സിൽവർ ജ്വല്ലറി, സെറാമിക് പ്ലേറ്റ്സ്, ആൻറ്റീക്ക് ഐറ്റംസ്, പിന്നെ അടിപൊളി എന്തൊക്കെ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, പോട്ടറീസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു തള്ള വൈബ് വന്നു എന്നൊരു ഡൗട്ട്. കാരണം ഇതുപോലത്തെ ഐറ്റംസിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ പോട്ടറീസും പ്ലേറ്റ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് കണ്ണ് തള്ളിപ്പോയി. അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. ലെതർ ബാഗ്സും സെറാമിക് പ്ലേറ്റ്സും ഗ്ലാസ്സൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ പോട്ടറീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പോട്ടറീസ് ഇതേപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ചിക്കുട്ടി ഇത് എവിടെ നിന്ന് പ്ലേറ്റ്സൊക്കെ പെറുക്കുകയാണ്. അത് കണ്ടിട്ട് പിന്നെ വരുന്നതേ ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. കണ്ടിട്ടുള്ള ബ്യൂട്ടിഫുൾ നൈഫ്സ്, ഗൺസ് അതുപോലുള്ള സംഭവങ്ങൾ. പിന്നെ ഇതേപോലത്തെ ഡെക്കോർ ഐറ്റംസ്, ലാംപ്സ്, നമ്മളൊരു വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ടൂറിസ്റ്റുകളാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പം മാഗ്നറ്റ്സ്, ഒമാൻ്റെ പല പല സ്ഥലങ്ങൾ കാണിച്ചിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണിച്ചിട്ടുള്ള മാഗ്നറ്റ്സ് അവൈലബിൾ ആണ്. എല്ലാ കടകളിലും അത് കിട്ടും. പിന്നെ ഞങ്ങൾ വീണ്ടും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസ് കിട്ടുമേ. എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഐസ് മാത്രം ഇട്ടിട്ട് വരും. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നേ. അല്ലാതെ ഇവിടെ ജ്യൂസിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ബേസ്റ്റർ പ്ലേസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചില്ല് ചെയ്ത് നടക്കാൻ പറ്റും. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഒത്തിരി നടന്ന് കാണാനുണ്ട്. പഴയ മഡ് ഹൗസൊക്കെ ആയിട്ട് എല്ലാ ഷോപ്സിനും ഒരേ സ്ട്രക്ചറും കളറും ഡിസൈനും ഒക്കെ തന്നെയാണ്. ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യാനും ഒത്തിരി പേരുണ്ട് കേട്ടോ. ഓരോരോ സ്ഥലങ്ങൾ കണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞു തരും നമുക്ക്. അതിനുള്ള വണ്ടിയുണ്ട്. അപ്പോൾ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് പോവാം. നിസ്വ സൂക്കിനകത്ത് തന്നെയുള്ളൊരു ഫോർട്ടാണ്. ഇവിടെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഒത്തിരി ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വൈകുന്നേരം വരുന്നതാട്ടോ നല്ലത്. പിന്നെ നടന്ന് കാണുമ്പോഴത്തേക്കും രാത്രിയാകും. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നടന്നു ടയേർഡായി. ലാസ്റ്റ് ഞങ്ങളിത് ഫ്ലവർ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പഴയ വണ്ടി പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇത് ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ഫോട്ടോ പോയിൻ്റ് തന്നെയാണ് കേട്ടോ.
തിരിച്ചു പോകാറായപ്പോഴത്തേക്ക് അയച്ചുകുട്ടിക്ക് ഇതേ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇത്ര സമയം ആൾ നല്ല ആക്റ്റീവായിരുന്നു. പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഇതേ വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെയാണ് ജ്വല്ലറീസ് ഒക്കെ ഉള്ളത്. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, അതിനൊക്കെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഗാർഡൻ ഏരിയ പോലെയാണ്. അവിടുത്തെ തിരക്കെന്നൊക്കെ മാറി ഭയങ്കര ഒരു കാം പ്ലേസ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് തളർന്ന് അപ്പോൾ തിരിച്ചു പോവാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് തിരക്ക് കൂടി വരുക കേട്ടോ. ഇനിയും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അയച്ചുകുട്ടിക്ക് ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഇവിടുത്തെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.